ഇപ്പോൾ ശ്യാമപ്രസാദ് ഉത്തമൻ ചേരുന്നുണ്ട്. ശ്യാം, എന്തായാലും ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുൻപായി ഇപ്പോൾ ആശുപത്രിയിലേക്കാണ് ആദ്യം എത്തിച്ചിരിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. എങ്ങനെയാണ് നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്? അതായത് ചെന്താമരയുടെ മെഡിക്കൽ പരിശോധന പൂർത്തിയാക്കുകയാണ്. അതായത് ഈ മാസം 12 വരെ ചെന്താമരയെ റിമാൻഡിൽ വിട്ടിരിക്കുന്നു. അതിന് മുന്നോടിയായിട്ട് ജയിലിൽ ഹാജരാക്കുന്നതിന് മുന്നോടിയായിട്ട് മെഡിക്കൽ പരിശോധന നടത്തേണ്ടതുണ്ട്. ആ പരിശോധനയാണ് ഇപ്പോൾ പോലീസ് സംഘം നടത്തുന്നത്. അതിനുശേഷം ഈ ആലത്തൂരിലെ സബ് ജയിലിലേക്ക് പ്രതിയെ കൊണ്ടുപോകും. ഈ കോടതിയിൽ പോലും ഒരു ലാഞ്ചനയുമില്ലാതെയാണ് പ്രതി ഈ കാര്യങ്ങൾ സമ്മതിച്ചത്. തനിക്ക് യാതൊരു തരത്തിലുള്ള പരിക്കുകളും ഉണ്ടായിട്ടില്ല. ഈ തന്റെ ആഗ്രഹപ്രകാരം ചെയ്ത കൊലപാതകം എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. അതായത് തന്റെ ജീവിതമാർഗത്തെ തകർത്തു. ആ ജീവിതമാർഗത്തെ തകർത്തപ്പോൾ അതിനെ താൻ തടഞ്ഞു. എത്രയും വേഗം തനിക്ക് ശിക്ഷ നൽകുക എന്ന കാര്യമാണ് കോടതി മുമ്പാകെ അദ്ദേഹം പങ്കുവച്ചത്. അതായത് ഈ ഏതെങ്കിലും തരത്തിലുള്ള പരിക്ക് പറ്റിയിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം വ്യക്തമാക്കിയത് ഇക്കാര്യങ്ങളാണ്. നിലവിൽ ഇപ്പോൾ അദ്ദേഹത്തിന്റെ മെഡിക്കൽ പരിശോധന നടക്കുകയാണ്. ഈ പരാതികളൊന്നും തന്നെ, അതായത് പോലീസിന്റെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും തരത്തിലുള്ള ഒരു പരാതിയും തനിക്കില്ല. പക്ഷേ മകളുടെയും മരുമകന്റെയും മുന്നിൽ ഇനി തല കാണിക്കാൻ തനിക്ക് വയ്യ. നിലവിൽ ഇപ്പോൾ താൻ ജാമ്യത്തിലാണ്. അതിനാൽ തന്നെ ശിക്ഷിക്കുക. ഇനി തനിക്ക് പുറത്തിറങ്ങേണ്ട, 100 വർഷം വേണമെങ്കിലും എന്നെ ശിക്ഷിക്കോ, ഒരു കുഴപ്പവുമില്ല, ഈ കാര്യങ്ങളെല്ലാം ചെയ്തത് ഞാൻ ഒറ്റയ്ക്കാണ് എന്ന് ചെന്താമര ഒരു കൂസലുമില്ലാതെ പറയുകയായിരുന്നു കോടതി മുമ്പാകെ. ഈ ചെന്താമരയുടെ മകൾ എഞ്ചിനീയറാണ്, മരുമകൻ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഓഫീസറാണ്. ഇതൊക്കെ ചെന്താമര കോടതി മുമ്പാകെ പങ്കുവെക്കുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ സംഭവം, അതായത് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയതിൽ തനിക്ക് യാതൊരുവിധ മനസ്താപവും ഇല്ല എന്ന പ്രതി കോടതി മുമ്പാകെ തന്നെ വ്യക്തമാക്കുകയും ചെയ്തു. അതോടൊപ്പം തന്നെ പ്രതിക്ക് വേണ്ടി ജേക്കബ് മാത്യു എന്ന അഭിഭാഷകനാണ് വക്കാലത്ത് നൽകിയത്. ആ വക്കാലത്തിൽ പ്രതിയോട് പോലീസ് ഉദ്യോഗസ്ഥൻ ഒപ്പിടാൻ ആവശ്യപ്പെട്ടപ്പോൾ അദ്ദേഹം തന്റെ പേര് എഴുതിയത് ഇംഗ്ലീഷിലാണ്. ചെന്താമരയെന്ന് ഇംഗ്ലീഷിൽ എഴുതി അതിന് താഴെ ഒപ്പുവെച്ച് തിരികെ നൽകി. അതായത് അദ്ദേഹം ഒരു പഴയ 10ാം ക്ലാസ്സുകാരൻ കൂടിയാണ്. ആ പഴയ 10ാം ക്ലാസ്സുകാരനാണ് ഇത്തരത്തിൽ ഒരു ക്രൂരമായ കൊലപാതകം നടത്തിയത്. ആ ക്രൂരമായ കൊലപാതകം നടത്തിയതിൽ ഒരു തരത്തിലുള്ള ഒരു മനസാക്ഷി കുത്തലോ ഒരു ലാഞ്ചനയോ അദ്ദേഹത്തിന് ഇല്ല എന്നതാണ് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്. കോടതി മുമ്പാകെ നിൽക്കുമ്പോൾ പോലും താൻ ഇനി അഴി എണ്ണേണ്ടതാണ്, ഇനി മുഴുവൻ ജീവിതകാലം അഴിക്കുള്ളിലാകുമെന്ന ബോധ്യം അദ്ദേഹത്തിനുണ്ട്. ആ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു തരത്തിലുള്ള മാറ്റവും ഒരു മാനവസവും അദ്ദേഹത്തിന്റെ മുഖഭാവങ്ങളിൽ പോലും ഇല്ലായിരുന്നു. സാധാരണ എങ്ങനെയാണോ പെരുമാറുന്ന ആ രീതിയിലുള്ള പെരുമാറ്റം തന്നെയായിരുന്നു കോടതി മുമ്പിലും അദ്ദേഹം കാണിച്ചത്. ഇപ്പോൾ ഗോകുൽ കൂടിയുണ്ട്, ശ്യാം, ഗോകുൽ കൂടിയുണ്ടല്ലോ. ഇയാളെ ആശുപത്രിയിൽ എത്തിച്ച് എത്ര നേരം അവിടെ ഒരു പരിശോധന വേണ്ടി വരും? വേഗത്തിൽ തന്നെ ഇയാളെ ജയിലിലേക്ക് കൊണ്ടുപോകുമോ? ജയിലിൽ കയറുന്നതിന് മുൻപ് ഒരു സ്ക്രീനിങ് ഉണ്ട്. ഇയാളുടെ ആരോഗ്യം പരിശോധിക്കുന്നത് സംബന്ധിച്ചുള്ള ഒരു സ്ക്രീനിങ്. ആ സ്ക്രീനിങ് ആണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം ഒരു അരമണിക്കൂറിലധികം സമയം അതിനെടുക്കും. അതിനുശേഷം അയാളെ ജയിലിലേക്ക് മാറ്റും എന്നുള്ളതാണ്. ആലത്തൂർ സബ് ജയിലിലാണ് മാറ്റുക. അത് ഏകദേശം ഒരു വളരെ അടുത്താണ്. ഈ പറയുന്ന പോലീസ് സ്റ്റേഷനും കോടതിയും ജയിലും എല്ലാം വളരെ അടുത്താണ്. ഏകദേശം ഒരു 500 മീറ്ററിനുള്ളിൽ ഈ മൂന്നും വരും. അപ്പോൾ ഉടൻ തന്നെ ഇവിടെ നിന്ന് ഏകദേശം ഒരു അരമണിക്കൂറിന് അധികം അടുത്ത സമയമെടുക്കും. സ്ക്രീനിങ്ങിന് ശേഷം ശരീരം ഇത്തരത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള പരിക്കുകളുടെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ പരിശോധിച്ചതിന് ശേഷമാണ് ജയിലിലേക്ക് കയറ്റുക. അതിന്റെ നടപടിക്രമങ്ങളാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കോടതി മുറിക്കുള്ളിൽ ഇന്ന് നമ്മൾ കണ്ടത് വളരെ ഒരു പ്രധാനപ്പെട്ട ചെന്താമരയുടെ ഭാഗത്തു നിന്നും പറഞ്ഞത് അദ്ദേഹം എത്രയും വേഗം തന്നെ ശിക്ഷയ്ക്ക് വിധിക്കുക എന്നാണ്. പരാതികളൊന്നുമില്ല, മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ വയ്യ, 100 വർഷം തന്നെ ശിക്ഷിക്കുക, എല്ലാം ചെയ്തത് ഒറ്റയ്ക്കാണ്. അത്തരത്തിലൊരു നാടകീയമായ രംഗങ്ങൾക്ക് തന്നെയാണ് ആ കോടതി മുറിയിൽ സാക്ഷ്യം വഹിച്ചത്. അതിനുശേഷം കോടതി ഇയാളെ 12 വരെ ഈ 12ാം തീയതി വരെ റിമാൻഡ് ചെയ്തു. ആ റിമാൻഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ ആലത്തൂർ ജയിലിലേക്ക് മാറ്റുകയാണ്. അതിന് മുൻപാണ് ഈ അടുത്തുള്ള ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിന്റെ അടുത്ത് ഇയാളെ സ്ക്രീനിങ് നടത്തുകയാണ്. സ്ക്രീനിങ് നടത്തിയതിനു ശേഷം മാത്രമേ ജയിലിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ. അത് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു അരമണിക്കൂറിലധികം അടുത്ത് സമയമെടുക്കും. ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റിനടുത്തായി ഇയാളെ ഈ സ്ക്രീനിങ്ങിനെ കയറ്റിയത്. അല്പസമയത്തിനുള്ളിൽ തന്നെ ഇയാളെ പുറത്തിറക്കുകയും പിന്നീട് ജയിലിലേക്ക് മാറ്റുകയും ചെയ്യും.
കോടതി മുറിയിൽ നമ്മൾ കണ്ട പ്രധാനപ്പെട്ട ഇത്തരത്തിലുള്ള നാടകീയമായ ആണ് ഇയാൾ ജഡ്ജിയോട് സംസാരിച്ചത്. ഇത്തരത്തിൽ തനിക്ക് ഒറ്റയ്ക്കാണ് ചെയ്തതെന്ന് പ്രതി ഈ കോടതിയിൽ സമ്മതിക്കുകയും ചെയ്തു. അതേസമയം തന്നെ ഇന്ന് റിമാൻഡ് റിപ്പോർട്ടിൽ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. ഒരു പശ്ചാത്താപവും പ്രതിക്കില്ല, അന്വേഷണത്തെ വഴിതെറ്റിക്കാൻ ശ്രമിച്ചു, അത്തരത്തിൽ ഇയാളെ ഒരിക്കലും ജാമ്യം അനുവദിക്കരുത്, അത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ ഈ റിമാൻഡ് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. തന്റെ പദ്ധതികൾ കൃത്യമായി നടപ്പാക്കിയതിന്റെ സന്തോഷം മാത്രമേ പ്രതിക്കുള്ളൂ. കൊല നടത്തിയത് കൃത്യമായ ആസൂത്രണത്തോടെ ഉടൻ തന്നെ ഇപ്പോൾ സ്ക്രീനിങ്ങിന് ശേഷം ചെന്താമരയെ പുറത്തിറക്കുകയാണ്. അല്പസമയത്തിനുള്ളിൽ തന്നെ ചെന്താമരയെ സ്ക്രീനിങ്ങിന് ശേഷം പുറത്തിറക്കും. അതിനുശേഷം ആലത്തൂർ ജയിലിലേക്കും സബ് ജയിലിലേക്കും പുറത്തിറക്കുകയാണ്. ആശുപത്രിയിലെ പരിശോധനയ്ക്ക് ശേഷം പുറത്തേക്ക് കൊണ്ടുവരുന്നു. പക്ഷേ നേരിട്ട് ജയിലിലേക്ക് തന്നെയാകും മനസ്സിലാക്കുന്നു. ആലത്തൂർ സബ് ജയിലിലേക്ക് ആദ്യം കോടതിയിൽ നിന്ന് ആശുപത്രിയിൽ എത്തിച്ചു. അവിടെ ഒരു പരിശോധന, തുടർന്ന് ജയിലിലേക്ക് കൊണ്ടുപോവുകയാണ്. സ്വാഭാവികമായ നടപടിക്രമങ്ങളാണ് ഇപ്പോൾ പോലീസ് പാലിച്ചു വരുന്നത്. ഇന്നലത്തെ സംഭവങ്ങളുടെയൊക്കെ അടിസ്ഥാനത്തിലാണ് വലിയ പോലീസ് സന്നാഹമാണ് ഈ ചെന്താമരയെ സ്റ്റേഷനിൽ നിന്ന് കോടതിയിലേക്കും കോടതിയിൽ നിന്ന് ആശുപത്രിയിലേക്കും ജയിലിലേക്കുമൊക്കെ കൊണ്ടുപോകാനായി നിയോഗിക്കപ്പെട്ടിരിക്കുന്നത്. 100 വർഷം തന്നെ ശിക്ഷിച്ചോളൂ എന്നാണ് ചെന്താമര എന്ന ഈ കൊടും കുറ്റവാളി കോടതിയിൽ പറഞ്ഞത്. എല്ലാം ചെയ്തത് താൻ ഒറ്റയ്ക്കാണ്, 100 വർഷം തന്നെ ശിക്ഷിച്ചോളൂ, തനിക്ക് അതിലൊരു പരിഭവമില്ല, മകൾ എഞ്ചിനീയറാണ്, മരുമകൻ സ്പെഷ്യൽ ബ്രാഞ്ചിലെ ഉദ്യോഗസ്ഥനാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെന്താമര കോടതിയിൽ പറയുന്നുണ്ട്. മകളുടെയും മരുമകൻ്റെയും മുന്നിൽ തല കാണിക്കാൻ വയ്യ എന്നാണ് ഇപ്പോൾ കോടതിയിൽ അയാൾ പറയുന്നത്. പക്ഷേ പോലീസിനോട് ആദ്യം നൽകിയ മൊഴിയിൽ പറഞ്ഞതായി പോലീസ് വ്യക്തമാക്കി ഇനിയും 3 പേരെ കൊല്ലാൻ പദ്ധതിയിട്ടിരുന്നു. ആ 3 പേർ എന്നത് ചെന്താമരയുടെ ഭാര്യയും മകളും മരുമകനുമാണ്. പക്ഷേ ഇപ്പോൾ പറയുന്നു മകളുടെയും മരുമകൻ്റെയും മുന്നിൽ തല കാണിക്കാൻ വയ്യ എന്നതാണ്. എന്തായാലും പോലീസിന് ചോദ്യം ചെയ്യലിൽ നൽകിയ ഉത്തരങ്ങളൊക്കെ അത് എത്രത്തോളം പരസ്പര പൂരകങ്ങളാണ് എന്നതിനെക്കുറിച്ചൊക്കെ പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. ഇനി ഫെബ്രുവരി 12 വരെയാണ് കോടതി ഇയാളെ ജാമ്യത്തിൽ വിട്ടിരിക്കുന്നത്. അടുത്ത കുറച്ച് ദിവസങ്ങൾക്കകം തന്നെ പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകും. അതിനനുസരിച്ച് പിന്നെ നടപടിക്രമങ്ങളിലേക്ക് കോടതിയും പോവും. പിന്നെ തെളിവെടുപ്പടക്കമുള്ള കാര്യങ്ങൾ അങ്ങനെ ജയിലിനുള്ളിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുന്നു. ജയിലിനുള്ളിലേക്ക് ചെന്താമര എന്ന കൊടും കുറ്റവാളിയെ, ഒരു കുടുംബത്തിലെ 3 പേരെ കൊലക്കത്തിക്കിരയാക്കിയ ചെന്താമര എന്ന ക്രിമിനലിനെ, 56-കാരനായ ചെന്താമര എന്ന ക്രിമിനലിനെ ഇപ്പോൾ ആലത്തൂർ സബ് ജയിലിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഫെബ്രുവരി 12 വരെയാണ് ആലത്തൂർ കോടതി ചെന്താമര എന്ന കുറ്റവാളിയെ റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ജയിലിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത്. മറ്റൊരു വിൻഡോയിൽ പ്രേക്ഷകർ കാണുന്നത് നേരത്തെ കോടതിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരുന്നു, ആശുപത്രിയിലേക്ക് കൊണ്ടുവരുന്നതുമായ ദൃശ്യങ്ങളാണ്. ഇന്നലെ പിടികൂടിയപ്പോൾ ഇതേ രൂപത്തിൽ തന്നെയായിരുന്നു നേരത്തെ പിടികൂടിയതിന് പിന്നാലെ ആളുകളുടെ ഒരു സംശയമായിരുന്നു, പിടികൂടിയെന്ന് ഞങ്ങൾക്ക് ഉറപ്പാക്കണ്ടേ എന്ന ഒരാളുകളുടെ സംശയം. മാധ്യമങ്ങളും ഈ പ്രതിയെ ഇപ്പോൾ ക്യാമറകൾക്ക് മുന്നിൽ കാണിക്കുമെന്ന് പറഞ്ഞപ്പോൾ അത് പാലക്കാട് SP വന്ന ശേഷമെന്നായിരുന്നു പറഞ്ഞെങ്കിൽ വലിയ പ്രതിഷേധം അവിടെ ഉണ്ടായതിന് പിന്നാലെയാണ് പെട്ടെന്ന് തന്നെ പോലീസ് ചെന്താമരയെ ഇന്നലെ മാധ്യമങ്ങൾക്ക് മുന്നിൽ നിർത്തിയത്.